മോദിജിയുടെ ഈ വികസിതം കണ്ട് നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആൾക്കാരെല്ലാം BJP-യിലേക്ക് ചേരാൻ കൂടെ താല്പര്യം കാണിച്ചത്. ഇനി അങ്ങനെ തന്നെ ജയിപ്പിക്കണമെന്ന് മോദിയെ തന്നെ. വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ. നമസ്കാരം. തലസ്ഥാനത്ത് മോദിയെ കാത്ത് ഇന്ന് രാവിലെ മുതൽ നിരവധി പേരാണ് ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമായി തടിച്ചു കൂടിക്കൊണ്ടിരുന്നത്. എന്തായാലും മോദി ഇപ്പോൾ പുത്തരിക്കണ്ട മൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. നിരവധി അമ്മമാരാണ് ഇവിടെ ഇരുന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നെയ്യാറ്റിക്കരയിൽ. മോദി ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. മോദിയെ കാണാനാണ് ഞങ്ങൾ വന്നത്. വന്നതാണ്. കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷമുണ്ട്. നമുക്ക് വികസിത കേരളം കിട്ടണം. അതിൻ്റെയൊക്കെ മോദിജിയുടെ ഈ വികസിതം കണ്ട് നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആൾക്കാരെല്ലാം BJP-യിലേക്ക് ചേരാൻ കൂടെ താല്പര്യം കാണിച്ചത്. എപ്പോഴാണ് BJP-യിലേക്ക് ചേർന്ന്? ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇനി മുൻപേ BJP തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി ജയിച്ചോ? ജയിച്ച് ഭൂരിപക്ഷം വോട്ട് കിട്ടി. 2ാം സ്ഥാനം. വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. വർദ്ധിപ്പിച്ച്. അതായിരുന്നു വാർഡ് പുത്തനമ്പലം. അടുത്ത വട്ടം ഇനി വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താ? അജയകുമാരി. എന്തായാലും 2ാം സ്ഥാനത്ത്. അവിടെ എന്താ പിന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണോ? എന്താ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പം BJP മോദിജിയുടെ ഈ വികസിതം കണ്ട ആൾക്കാർക്ക് കൂടുതൽ മോദിജിയുടെ താല്പര്യം തോന്നി. ഈ കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ നേട്ടമുണ്ടോ? എന്താ പ്രതീക്ഷ? നേട്ടം ഉണ്ടാകുന്ന നല്ല പ്രതീക്ഷയുണ്ട്. മോദിയുടെ വരവ് എന്തായാലും ആവേശമാണ്. വളരെയധികം ആവേശമാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നെയ്യാറ്റിക്കരയിൽ. മോദിയെ കാണാനായിട്ട് വരണം. വരുന്ന ആദ്യത്തെ പ്രാവശ്യമായിട്ടാണോ കാണുന്നത്? സന്തോഷം. സംസ്ഥാനത്ത് വലിയ വികസനങ്ങൾ ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും ഉണ്ടാകും. പേരെന്താ? അജിത. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ജീവനോടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. നന്നായിട്ടുണ്ട്. അങ്ങേരെ എല്ലാം ഇപ്പോൾ നല്ലതായിട്ടൊക്കെ കൊണ്ടുപോകണത്. ശ്യാമ. എന്തായാലും നിരവധി അമ്മമാരാണ് ഇത്തരത്തിൽ മോദി ആദ്യമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. ഇതാ ഈ അമ്മ പിന്നെ ഒരു വാർഡിൽ മത്സരിച്ചതാണ്. അവർ CPM-ന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിച്ചത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി, അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് മോദിയെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു ജനങ്ങളുടെ ഒരു ഒഴുക്ക് അവസാനിച്ചിട്ടില്ല. ജനങ്ങളിങ്ങനെ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. BJP-യെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ ഒരു മോദിയുടെ വരവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവർ നോക്കിക്കാണുന്നത്. എന്തായാലും തലസ്ഥാനത്ത് ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ളൊരു വികസനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. വികസന രേഖ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിലൊരു സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്മയുണ്ട് നിൽക്കുന്നു. അമ്മ, മോദിയെ കണ്ടോ? കണ്ടു. ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാണ്. തോന്നി ഇനി അങ്ങനെ തന്നെ ജയിപ്പിക്കണമെന്ന് മോദിയെ തന്നെ. ഞങ്ങളെല്ലാം മോദിയുടെ മോദി ഭരണമാവണം. കേരളത്തിൽ മോദി വേണം. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നല്ല കാര്യം ചെയ്യുമായിട്ട്. നല്ല കാര്യം ചെയ്യും. ഒരു മാറ്റവും ഇല്ല. അമ്മ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് പറഞ്ഞത്. മോദി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യും. ശരി. എന്തായാലും ബാലരാമപുരത്ത് നിന്ന് വന്ന അമ്മയാണ്. BJP വന്നാൽ, മോദി വന്നാൽ എല്ലാം ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അമ്മയും പങ്കുവെച്ചിരിക്കുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? മോദിയുടെ വരവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തലസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും.
ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴും. പഴയതിനേക്കാളും നല്ല മാറ്റമുണ്ട് ട്രിവാൻഡ്രം സിറ്റിക്ക്. ജനങ്ങൾ മോദിയുടെ ഒരു നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും ഇലക്ഷനിൽ. പേരെന്താ? സാബു. എന്തായാലും ഏറെ പ്രതീക്ഷകൾ തന്നെയാണ് BJP പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും അധികം BJP പ്രവർത്തകർ ഉണ്ടോ എന്നുള്ളൊരു സംശയം തന്നെ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അത്രയ്ക്ക് BJP പ്രവർത്തകരാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മുൻപ് പറഞ്ഞതുപോലെ മാറാത്തത് മാറും, ഒരുപാട് പേർ മാറി. അതിൻ്റെ ഉദാഹരണമായിരിക്കാം ഇത്തരത്തിലൊരു വലിയൊരു ജനപ്രവാഹം തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.